ഫെബ്രുവരി 27 ദുഃഖങ്ങളുടെ മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ. ഡോക്ടർ പ്ലിനിയോയുടെ അഭിപ്രായമനുസരിച്ച് സഭ നമ്മുടെ അനുകരണത്തിനായി അവതരിപ്പിക്കുന്ന വിശുദ്ധരുടെ ആത്മീക വർധനയുള്ള ജീവിതത്തിൽ 1908 അമർത്യനായ പിയൂസ് 10 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും 1920 ബെനഡിക്ട് 15 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു യുവാവിൻ്റെ ജീവിതം വേറിട്ട് നിൽക്കുന്നു. അദ്ദേഹം ബ്രസീലിയൻ യുവാക്കളുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹം ദുഃഖമാതാവിൻ്റെ മാലാഖയായ വിശുദ്ധ ഗബ്രിയേൽ. ദുഷിച്ചതായ നമ്മുടെ ലോകത്ത് ജീവിക്കുന്ന ഇന്നത്തെ യുവാക്കൾക്ക് ബീറ്റിഫിക്സ് ദർശനത്തിലേക്കുള്ള സുരക്ഷിത പാതയിലേക്ക് അവരെ നയിക്കുന്ന ഒരാളുടെ പ്രതിച്ഛായ കാണാൻ കഴിയുന്ന ഒരു മികച്ച കണ്ണാടി ആവശ്യമാണ്. ഒരു മതവിശ്വാസിയാകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പരിഷ്കൃതമായ മര്യാദ, സൗഹാർദ്ദം, വിശിഷ്ടമായ പെരുമാറ്റം, തീക്ഷ്ണമായ മനോഭാവം എന്നിവയാൽ ലോകത്തിൽ അദ്ദേഹം നന്നായി ഇഷ്ടപ്പെടുകയും വിലമതിക്കപ്പെടുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അതുല്യമായിരുന്നു. അദ്ദേഹത്തിന് 2 പോരായ്മകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വഭാവത്താൽ ആവേശഭരിതനും മായയിലേക്ക് ചായ്വുള്ളവനുമായിരുന്നു. നിരവധി ലൗകിക വ്യതിചലനങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ നായകൻ തൻ്റെ ഭക്തിയുടെ കടമകൾ അവഗണിച്ചില്ല. അദ്ദേഹം പതിവായി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിഷ്കളങ്കതയെ കളങ്കപ്പെടുത്തുന്ന തെറ്റുകൾ ഒരിക്കലും വരുത്തിയില്ല. ഒരു അരിവാൾ എടുത്ത് പാപത്തിൻ്റെ അഗാധതയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ച ഒരു ധീരയായ വശീകരണകാരിയെ അദ്ദേഹം ഓടിച്ചു കളഞ്ഞപ്പോൾ വിശുദ്ധിയോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹം പ്രകടമായി. ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് എന്നായിരുന്നു. അദ്ദേഹം ഒരു വിശിഷ്ട കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു. സെറാഫിക് ഫ്രാൻസിസിൻ്റെ അതേ നഗരമായ അസീസിയിൽ അദ്ദേഹം ജനിച്ചു. ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെയും ജെസ്യൂട്ടുകളുടെയും കീഴിൽ അദ്ദേഹം ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. എന്നിരുന്നാലും വിശുദ്ധ ഗബ്രിയേലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സ്വഭാവം പരിശുദ്ധ കന്യകയോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹം അവൾക്ക് നൽകിയ നിരവധി ആദരാഞ്ജലികളും പരിശുദ്ധ മറിയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ സ്നേഹം പ്രകടമാക്കുന്ന പ്രവൃത്തികളുമാണ് ഇതിന് തെളിവ്. അദ്ദേഹം തൻ്റെ മുഴുവൻ ജീവിതവും അവൾക്കായി സമർപ്പിച്ചു. ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അദ്ദേഹം സ്വയം പറയാറുണ്ടായിരുന്നു, ഗബ്രിയേൽ, മറിയയുടെ സ്നേഹത്തിനായി നിങ്ങൾക്ക് സ്വയം കീഴടങ്ങാൻ കഴിയുന്നില്ലേ? പിന്നെ അവൻ പ്രതിബന്ധങ്ങളെ മറികടക്കും. പലപ്പോഴും അദ്ദേഹം ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, മറിയമേ, എൻ്റെ നല്ല അമ്മേ, എന്നെ സഹായിക്കൂ. അദ്ദേഹം തൻ്റെ എല്ലാ പ്രവൃത്തികളും മാതാവിന് സമർപ്പിച്ചു. അവരുടെ നല്ല വിജയത്തെ അവളുടെ മാതൃനന്മയ്ക്കും സംരക്ഷണത്തിനും ഈ പ്രാർത്ഥനയോടെ അഭിനന്ദിച്ചു. സുസി പേ ഡൊമിന മിയ ഇസ്തം ഇൻ മനു തുവ. എൻ്റെ മറിയമേ, നിൻ്റെ കൈകളിലെ ഈ പ്രവൃത്തി സ്വീകരിക്കൂ, സ്വീകരിക്കൂ, സ്വീകരിക്കൂ. അമ്മയെക്കുറിച്ച് വാചാലനായി സംസാരിക്കുകയും അവർക്ക് വേണ്ടി നിരവധി ഹൃദയങ്ങളെ കീഴടക്കുകയും ചെയ്തു. ഈ ഭക്തിയുടെ പ്രതിഫലനമായി കന്യക പോട്ടൻസ്, ശക്തിയായ കന്യക, നമ്മുടെ നായകൻ്റെ ഹൃദയത്തെ തട്ടിക്കൊണ്ടുപോയി. ലോകവുമായി അവനെ ബന്ധിപ്പിച്ചിരുന്ന ബന്ധനങ്ങൾ അഴിച്ചുമാറ്റി. ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് അവനെ സുഖപ്പെടുത്തി. പലതവണ സ്നേഹപൂർവ്വം അവനെ മതജീവിതത്തിലേക്ക് വിളിച്ചു. ഹൃദയസ്പർശിയായ ഒരു രംഗം. സ്പോലേറ്റോയിലെ സ്വർഗാരോഹണത്തിൻ്റെ ഒക്ടാവിൽ കന്യകാമറിയത്തിൻ്റെ ഒരു പുരാതന ഐക്കൺ കത്തീഡ്രലിലേക്ക് ഒരു ഘോഷയാത്ര നടത്തി. മുട്ടുകുത്തി ധ്യാനിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഗബ്രിയേലിനെ പ്രതിമ കടന്നു പോകുമ്പോൾ മാതാവ് അത്ഭുതകരമായി അവനെ നോക്കി. അവൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ആർദ്രവും ശക്തവുമായ ശബ്ദത്തിൽ ഈ വാക്കുകൾ പറഞ്ഞു, ഫ്രാൻസിസ്, നീ എന്താണ് ചെയ്യുന്നത്? ലോകം നിനക്കുള്ളതല്ല, പോകൂ, മതജീവിതം നിന്നെ കാത്തിരിക്കുന്നു. ഈ എപ്പിസോഡെ അവൻ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. പാഷനിസ്റ്റുകളുടെ സഭയിൽ പ്രവേശിച്ചു. അവിടെ അദ്ദേഹം ഭരണത്തിൻ്റെ മതപരമായ ആചരണത്തിൻ്റെ തികഞ്ഞ മാതൃകയായി. മാലാഖമാരുടെ വിശുദ്ധീകരണം. ലിയോ 13 അദ്ദേഹത്തെ നമ്മുടെ വിശുദ്ധ ലൂയിസ് ഗോൺസാഗ എന്ന് വിളിച്ചു. പൗരോഹിത്യത്തിലേക്ക് നിയമിക്കപ്പെടുന്നതിന് മുൻപ് ക്ഷയരോഗബാധിതനായി. 1862 24 വയസ്സുള്ളപ്പോൾ ഗബ്രിയേൽ മരിച്ചു.